ഹലോ ഡിയേഴ്സ്, അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിന്റെ പുത്തൻ പ്രൊമോലുണ്ടല്ലോ. നമ്മുടെ രേവതിക്ക് 500 പൂമാലയുടെ ഓർഡർ ഉണ്ടല്ലോ. അപ്പൊ അതിനുള്ള പൂവൊക്കെ ആയിട്ട് ഓട്ടോ ഫുള്ള് പൂവൊക്കെ ആയിട്ട് നമ്മുടെ രേവതിയും സച്ചിയും വരികയായിരിക്കും കേട്ടോ. അപ്പോഴാണ് നമ്മുടെ രേവതിയുടെ അനിയത്തിനെ വഴിയിൽ വെച്ച് കാണുന്നത്. അപ്പൊ രേവതിയുടെ അനിയത്തിനോട് ഓട്ടോയിൽ കയറാൻ പറയുമ്പോൾ ഓട്ടോയിൽ ഇനി ബാക്കി സ്ഥലമൊന്നുമില്ല. അപ്പൊ നമ്മുടെ അനിയത്തി പറയുന്നുണ്ട് കേട്ടോ, ചേച്ചി ഫ്രണ്ടിലിരിക്കും, ഫ്രണ്ടിൽ രണ്ടുപേർക്ക് ഇരിക്കാമല്ലോ, ഞാൻ ബാക്കിൽ ചേച്ചിയുടെ അവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയെ നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് ഇരുത്തുന്നു കേട്ടോ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുവാട്ടോ നമ്മുടെ സച്ചിൻ രേവതി. അപ്പൊ സച്ചി പറഞ്ഞു, നീ ഇങ്ങനെ ഇരുന്ന ഞാൻ എങ്ങനെ ഓടിക്കും എന്നൊക്കെ പറഞ്ഞ് ഇടക്ക് വെച്ച് ഓട്ടോയൊക്കെ നിർത്തി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടേ. ശേഷം രണ്ടുപേരും വീണ്ടും ഇരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ രേവതി സച്ചിയുടെ കൈയൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അടിപൊളി രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശേഷമുണ്ടല്ലോ നമ്മുടെ ചന്ദ്രമതി പെട്ടെന്ന് ഇങ്ങനെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ നിൽക്കുക നിരന്ന്. അപ്പൊ നമ്മുടെ ചന്ദ്രമതി എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങളൊക്കെ ആരാന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ രേവതി വിളിച്ചിട്ട് വന്നതാന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ അട്ടഹസിച്ചിട്ട് പറയുന്നുണ്ട്, ആഹാ അവള് വിളിച്ചിട്ട്, അവള് തന്നെ ഇവിടുത്തെ ഒരു പണിക്കാരിയാണ്, നിങ്ങൾ അവളെ വിളിച്ച് പണി ചെയ്യിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര കളിയാക്കി പറയുമ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിലൊരു ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടേ, നമ്മുടെ ചന്ദ്രമതിയോട് പറയുന്നുണ്ടേ, പ്രായത്തിനൊത്ത ഒരു ബോധവും വിവരവും നിങ്ങൾക്കില്ലല്ലോ, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കാരണം ഇപ്പൊ പുകഞ്ഞിരുന്നാനേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊരു രംഗവും നമ്മുടെ ചന്ദ്രമതി ഇതൊക്കെ കേട്ടിട്ട്, ഓ ഇവരുടെ അടുത്ത് ഇനി ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരു രംഗവും തന്നെയാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ച കാഴ്ച. അപ്പൊ എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാട്ടോ വരാൻ പോകുന്നത്, കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.